എഗെയിൻ നമ്മൾ ലല്ലു ഫസ്മിന യൂണിവേഴ്സിലേക്ക് കയറാൻ പോവാണ്. വീഡിയോയുടെ തുടക്കത്തിലേ പറയുന്നു, കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, ഇല്ലാത്തവർക്ക് ഇട്ടിട്ട് പോവാം. ദിസ് ഈസ് ജസ്റ്റ് ഫോർ അരി. ആൻഡ് ഇതിനകത്ത് ലല്ലു കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ കുറേ കാര്യങ്ങളിൽ സീക്രട്ട് ഏജൻറ്റ് റിപ്ലൈ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് അത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് വെല്ലുവിളിയും പരിപാടികളൊക്കെ ഉണ്ട്. അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഫസ്മിനയുടെ താത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്മിനയുടെ താത്തിട്ട വീഡിയോ ഞാൻ കാണുന്നത് എനിക്ക് സ്നേഹ കാണിച്ചു തരുമ്പോഴാണ്. എനിക്കിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫസിയുടെ വീട്, ഫസ്മിനയുടെ സിസ്റ്റർ ഇതാണ്. അങ്ങനെ ആ റീലിങ്ങനെ കാണിച്ചു തന്നു. വളരെ കാഷ്വലായിട്ട് ഞാനത് ഫുള്ള് കണ്ടതുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ തുടക്കം കുറച്ച് കണ്ടു, പിന്നെ ഞാനത് നിർത്തിയിട്ട് പോയി. പക്ഷെ ആ റീല് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ടുണ്ട്. ഹൗ ലല്ലു ഈ ഒരു റീലിൽ നിന്ന് ഈ ഫസ്മിനയുടെ താത്ത ഫസ്മിനയുടെ റൂമിൽ കയറിയ സമയത്ത് ഫസ്മിന എഴുതി വെച്ച ഡയറി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലല്ലു സ്റ്റോറി ഇടുന്നു, ഇൻ്റർവ്യൂവിലെടുത്ത് കാണിക്കുന്നു, കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. യൂഷ്വലി ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തി ലല്ലു ആണ്. ഇപ്പം ലല്ലു തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പഴയ ആ ഒരു റേഞ്ചിൽ ഫസ്മിനയ്ക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് തിരിച്ച് വരും. ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫസ്മിന കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ കാണാനും പറ്റുന്നില്ല. അപ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ ഇപ്പോൾ തിരിച്ച് ഫസ്മിനയോട് ചോദിക്കേണ്ട സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റിൻ്റെ തുടക്കം ഈ ഒരു റീൽ വീഡിയോ നോക്കിക്കൊണ്ടായിരിക്കാം. ഇപ്പോൾ ആ റീൽ വീഡിയോ കറൻ്റ്ലി ഫസ്മിനയുടെ താത്തയുടെ അക്കൗണ്ടിലില്ല. അതിന് പകരം അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ, അതായത് ആ ഒരു സെർട്ടൻ പോർഷൻ ഉണ്ടല്ലോ, ഫസ്മിനയുടെ ഡയറി കാണിച്ച പേഴ്സണൽ ഡയറിയിൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ അത് എഡിറ്റ് ചെയ്ത് മാറ്റി ബാക്കി റീൽസ് അങ്ങനെ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ എഗെയിൻ പോസ്റ്റ് ചെയ്ത ആ ഒരു റീലും ആൻഡ് ഓൾറെഡി പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത റീല്, അതായത് ഈ ഡയറി കാണിക്കുന്ന റീല്, അത് ലല്ലു എടുത്ത് സ്റ്റോറി ഇട്ടതെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. ഇത് രണ്ടും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇതാണ് മെയിൻ ഹാൾ. ഇവിടെ നിന്ന് കയറുമ്പോ തൊട്ടേ ചെടികൾക്ക് ഒരു മേളാണ്. ബിക്കോസ് ഐ ലവ് പ്ലാന്റ്സ്. This is my cute dining area with more plants. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ഫുൾ ഗ്ലാസ് ആണ്, വീണ്ടും പ്ലാന്റ്സ്. ആൻഡ് ദിസ് ഇസ് ദ കിച്ചൺ ഏരിയ. പിന്നെ വന്നിട്ട് മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇത് അവിടെയുള്ള മിറർ ഏരിയ, കുറെ ക്യൂട്ട് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ദ വാഷ് ഏരിയ ആൻഡ് ഗസ്റ്റ് ബെഡ്റൂം. അതാ ഫസിമോളുടെ റൂം, ഫസിമോളുടെ വിഷൻ ബോർഡ്, ഫസിമോളുടെ സ്റ്റിക്കേഴ്സ്. പിന്നെ വി കീപ് അവർ മേക്കപ്പ് ഹിയർ. ഇത് മുകളിലത്തെ ഹാളാണ്. അവിടെ നിന്നൊരു ലൈറ്റും, പിന്നെ താഴോട്ട് നോക്കിയാൽ താഴത്തെ എല്ലാ പ്ലാന്റ്സും കാണാം. പിന്നെ ഇത് ഒരു ബാൽക്കണി ഏരിയ. ഇതാണ് എൻ്റെ ബെഡ്റൂം, എൻ്റെ വിഷൻ ബോർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ. ഇതിനകത്ത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത വീഡിയോ ഇപ്പുറത്തും ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. ഇതിനകത്തുള്ള കുറച്ച് സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതിനകത്ത് ജവാൻ ആൻഡ് ജോയിൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു ഒന്ന് രണ്ട് പേരൊക്കെ കാണാനുണ്ട്. പക്ഷെ ആ പേരൊന്നും അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുന്നില്ല, അത് ഫസ്മിന എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ 8 ആൻഡ് ഐപ്പിൽ എന്ന് എഴുതിയിട്ടുണ്ട്. 31 മാർച്ച് 2026. അങ്ങനെ ഡേറ്റും ഈ പറഞ്ഞ എഴുതി വെച്ച സാധനങ്ങളൊക്കെ വട്ടട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ലല്ലു എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പെർട്ടിക്കുലർ സാധനം സ്റ്റോറിയാക്കി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതല്ലാതെ ലല്ലുവിൻ്റെ ഇൻ്റർവ്യൂവിന് അടിയിൽ സീക്രട്ട് ഏജൻറ്റ് ഇപ്പോൾ വരും ഫസ്മിനെ വിളിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ആരുടെയും ആൾക്കാർ പുട്ടിയൊന്നുമല്ല, ആരെയും കൊണ്ടുവന്ന് വിളിപ്പിച്ച് വിടാനൊന്നും എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഒരു മനുഷ്യനോടും ഇല്ല. ഉള്ളവരോട് ഞാനത് കീപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഉള്ള സമയങ്ങളിൽ ഞാൻ വന്ന് പറയാറുണ്ട് ഞാൻ ആ വിഷയത്തിൽ വീഡിയോ ഇട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ എനിക്ക് ഫസ്മിനെ വിളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്മിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഡയറിയുടെ, അതായത് ഈ ലല്ലുവിൻ്റെ എന്ത് തുമ്പും അരിമ്പും അറ്റവും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് കൊണ്ടുവരും. സ്റ്റിൽ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, ഇപ്പോഴും പേരിൽ അവൻ എൻ്റെ ഭർത്താവാണ് എന്ന് പറയുന്ന ഫസ്മിന അവൻ്റെ കുൽസിതങ്ങൾ പൊക്കിക്കൊണ്ടെന്ന്
അവൻ്റെ ഇങ്ങനത്തെ എന്താ പറയുക എല്ലാ പരിപാടികളും തുമ്പും നൊരുമ്പുമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരുന്ന ഫസ്മിനയ്ക്ക് ഇപ്പം ഈ ലല്ലു ചോദിച്ചാൽ ലല്ലു ഈ കാണിച്ചു തന്ന സാധനങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് ഇന്നവിറ്റബിളാണ്, പറഞ്ഞേ പറ്റൂ. ഫസ്മിനോട് സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടാവുമെന്ന്. പക്ഷേ ലൈവിൽ ഫസ്മിന പറഞ്ഞത് കേട്ടോ, എൻ്റെ അടുത്ത് ഡയറിയുടെ കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല കുട്ടാ, ഞാൻ പറയത്തില്ല. എൻ്റെ 2026 ഡയറി അല്ലേ, 2026 ഡയറിനെ പറ്റി ഞാൻ പറയത്തില്ല. ഞാൻ ഓൾറെഡി എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ പറയത്തില്ല, ഞാൻ പ്രൈവറ്റ് ആയിട്ട് വെക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്കിപ്പോ റിലേഷൻ ഉണ്ടോ പറയടി കുണ്ടായിരുന്നു, നിന്റെ തള്ളേനെ പോയി വിളിക്കട തായോളി. അപ്പൊ എനിക്കിപ്പോ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് ഞാൻ പറയേണ്ട കാര്യം ഇല്ല. ഓക്കെ, ബേസിക്കലി ഞാനിപ്പോ ഒരാളെ വെച്ചോണ്ട് വേറെ ആളുടെ കൂടെ പോയിട്ടില്ല. അത് ഞാൻ ആരും കല്യാണം കഴിഞ്ഞ ഒരാളുടെ കൂടെ പോയിട്ടില്ല. ഞാൻ അവന്റെ കൂട്ടുകാരനെ പോയി കളിച്ചിട്ടില്ല, മനസ്സിലായോ? ഞാൻ അവന്റെ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ അവന് പരിചയമുള്ള ആൾക്കാരെയോ അപ്പൊ നീ വെടി, നിന്റെ തള്ളേം വെടി. ഇതാണ് ഫസ്മിനയുടെ ഒരു ലൈവിൽ ഉണ്ടായിരുന്ന റിപ്ലൈ. ഇത് ഭയങ്കര ഇമ്മച്ചുവർ സാധനം എന്നേ ഞാൻ പറയും. ഇതുവരെ ഫസ്മിന ചെയ്ത പോലത്തെ ഒരു റിപ്ലൈ അല്ല ഇതിനകത്ത് പറഞ്ഞത്. ഫസ്മിനയ്ക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഇറ്റ് ടേക്സ് ടൈം, ഞാൻ ഒന്ന് സോർട്ട് ചെയ്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. പക്ഷേ ഇത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിപ്ലൈയിങ് ആണ് ഈ കണ്ടത്. ഇങ്ങനെയല്ല. കാരണം ഫസ്മിന ഈ ഷിബിലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചുക്കും ചുണ്ണാമ്പും കിട്ടിയാലും ഓടി വന്നിട്ട് വീഡിയോയിൽ പറയാറുണ്ട്, കാണിക്കാറുണ്ട്, അതിൻ്റെ പ്രൂഫും വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് അല്ല ലീഗലി എന്നുള്ളൊരു ടേംസിൽ അതവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പല വീഡിയോയിലായിട്ട് തന്നെ ഫസ്മിന പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ ഇപ്പോഴും പേരിന് അവൻ്റെ ഭാര്യയും പേരിന് അവൻ എൻ്റെ ഭർത്താവുമാണ്. അപ്പോൾ അവൻ ഇപ്പം റിലേഷനിൽ പോയാലും ഇപ്പോൾ ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് ഓക്കെ ലീഗലി അല്ലാതെയും ഇവർ വേർപിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ എന്ത് കാണിച്ചാലും എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഫസ്മിന എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം തിരിച്ചാലും ഫസ്മിനോട് ചോദിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇതല്ല. ഫസ്മിനയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്കിതൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ല. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു പറയുമോ പറയില്ല എന്നുള്ളത്. ബട്ട് നാട്ടുകാർ ചോദിക്കാതിരിക്കില്ല. ഷിബിലിനോട് ലല്ലുവിനോട് ഫസ്മിന ഇതേപോലെ നീ എൻ്റെ അടുത്ത് പോയതല്ലേ, നീ നിൻ്റെ വഴിക്ക് വിട്ടോ എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ലല്ലോ. സഫേൻ്റെ ഒപ്പം പോയോ വേറെ ആരെങ്കിലും ഒപ്പം പോയോ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? അവൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു അപ്രോച്ച്, ആളുകളെ ചാറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു പാറ്റേൺ, ആ ഒരു മോഡസ്, അതെല്ലാം എന്താ പറയുക പുറത്ത് എക്സ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഫസ്മിന തന്നേ പറ്റൂ. മനസ്സിലായില്ലേ? ഫസ്മിന വെക്കുന്ന തെളിവുകളും അല്ലെങ്കിൽ ഫസ്മിനയുടെ ക്ലാരിറ്റിയും വെച്ച് സംസാരിക്കുന്ന ഒരാൾക്കാരാണ്. കാരണം ഈ കൂട്ടത്തിൽ തന്നെ ഈ യൂണിവേഴ്സിൽ തന്നെ കുറച്ചെങ്കിലും ഈ കൂട്ടത്തിലെ കുറച്ച് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാണ് ഫസ്മിന. അല്ലാതെ ഏത് ലെവലിൽ ആരെടുത്ത് നോക്കിയാലും എല്ലാം ഉടായ്പാണ്. കൂട്ടത്തിലെ ചെറിയ ഉടായ്പ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഫസ്മിനെ പറയാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ എന്താ പറയുക ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല അല്ലെങ്കിൽ ഇതിനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിനകത്ത് എഴുതി വെച്ചത് ഫസ്മിനെ അല്ലാന്ന് ഫസ്മിനയ്ക്ക് പറയാൻ പറ്റില്ല. ഫസ്മിനയുടെ താത്താൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു വീഡിയോനകത്ത് ഫസ്മിന ഡയറി എഴുതുന്നതും സ്റ്റിക്കർ ഒട്ടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഡയറി ഫസ്മിന എഴുതുന്നതാണ്, അത് ഫസ്മിനയുടെ ഹാബിറ്റാണ്. ആ ഡയറി എഴുതുന്നതിൽ ഫസ്മിന അത്രയും കമ്മിറ്റഡ് ആണ്. അപ്പോൾ അതും ലൈഫിൻ്റെ ഭയങ്കര ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതൊക്കെ റെഗുലറായിട്ട് ഫസ്മിനെ കാണുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് സിസ്റ്റർ അത് ആദ്യത്തെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്ത് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ തന്നെ ഇപ്പം അത് നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, അതൊരു വിഷയമുള്ള കാര്യമില്ല ഡയറിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഒരു എഡിറ്റ് ചെയ്ത് രണ്ടാമത് ആ പോർഷൻ കട്ട് ചെയ്തിട്ട് വേറെ റീൽ വീഡിയോ ഇടേണ്ട കാര്യമില്ലല്ലോ. അതന്നെ അവിടെ കീപ്പ് ചെയ്താൽ പോരായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ആളുകൾക്ക് സംശയം തോന്നും, അതിൽ ചോദ്യങ്ങൾ വരും. അതിന് ഇറിറ്റേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തെറി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കാം ഓബിയസ്ലി, അല്ലാതെ അതിൽ ഇറിറ്റേഷൻ ലെവൽ ഇത്രത്തോളം കാണിച്ച് അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തരാതെ സ്കിപ്പ് ചെയ്യാതെ പോകരുത്. ഡെഫിനറ്റ്ലി സ്റ്റോറി കണ്ട പോലെ കമ്മിങ് ഡേയ്സിൽ ഇതിൻ്റെ ഒരു റിപ്ലൈ കിട്ടിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, ഓറൽസ് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിനകത്ത് പറയാനുള്ള വേറൊരു കാര്യം, ഈ ലഹരിയുടെ ഉപയോഗം. ഈ ലല്ലു വന്നിരുന്ന് പറയുന്നുണ്ട് ഞാൻ റെഡിയാ ലഹരി ടെസ്റ്റ് ചെയ്യാൻ. ഫസ്മിന ഞാൻ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇവൻ്റെ ഒപ്പം പോകണം. മനസ്സിലായോ? ഫസ്മിന എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രൂഫും തെളിവും വെച്ച് സംസാരിക്കുമ്പോൾ അതേ ക്ലാരിറ്റി ഈ വിഷയത്തിലും കൊണ്ടുവരാൻ നോക്കണം. ലഹരിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ അവിഹിതം പറയുന്ന പോലെ തന്നെയാണ്, അതിലും ഡേഞ്ചറാണ് ലഹരി എന്ന് പറയുന്നത്. അവിഹിതം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് അത്രത്തോളം ഒരു വിഷയമായിട്ട്, അല്ലെങ്കിൽ ഇവനൊരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് ഉള്ള ഒരുത്തനാണെങ്കിൽ മാത്രമേ അതൊരു അങ്ങനത്തെ ഒരു വിഷയം സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ആവും.
അപ്പോൾ അത് കേസും കൂട്ടുമായിട്ട് പോലീസ് അന്വേഷിക്കാം. പക്ഷെ ലഹരി എങ്ങനെയല്ല, ലഹരി ആരോപണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ്ലി ഭർത്താവ് വന്നിരുന്ന് ലഹരിയാണ് ഇവള് എന്ന് പറഞ്ഞിട്ട് തെളിവൊക്കെ വെച്ചൊരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏതോ പബ്ബ് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അതിൽ ഉപയോഗം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്നില്ല. ഉപയോഗിക്കുന്നതായിട്ടുള്ള സംഗതിയൊന്നും അതിനകത്തില്ല. ബട്ട് സ്റ്റിൽ ഇവൻ പറയുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുകയാണ്. ഡേ ലൈറ്റ്ലി ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുകയാണ്, ടെസ്റ്റ് ചെയ്യാൻ ഫസ്മിനെ ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഫസ്മിനെ പറയുന്ന സ്ഥലത്ത് ലല്ലും പോട്ടെ. ഇനി അങ്ങനെയാണ് കംഫർട്ട് സോണിൽ ഞാൻ പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യണം. ഒരു വട്ടം ഇന്നെ വിളിച്ച സമയത്ത് ഈ ലല്ലു സംസാരിച്ചൊരു കാര്യമുണ്ട്. എവിടെ വേണമെങ്കിലും വന്നിട്ട് പറയും, എല്ലാവർക്കും അറിയാം, ഓളെ ഫ്രണ്ട്സ് ഓളെ ഫാമിലീസിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവള് ജോയിന്റ് അടിച്ചിട്ടും ഇവള് ബീരടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഓളെ ഫാമിലി പൊക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്റെ ഉമ്മ ആ പച്ചള്ളല്ലേ നോക്കിയത് ആദ്യമൊക്കെ. അതായത് ഞാൻ പാറുന്ന ഓളെ വേറെ ഫ്രണ്ടിന്റെ കൂടെ എന്താ ഈ ഓട്ടടിക്കുന്ന ടൈമില് ഫോട്ടോ എടുത്താണ്ട് ഞാൻ ഉമ്മാക്ക് വിട്ടുകൊടുത്ത് ഇങ്ങനെയൊക്കെ എനിക്ക് നടക്കണില്ലാണ്ട് ഇവള് ഞാൻ ഗൾഫ് പോകാതെ നോക്കാം ഇവളെ. അതായത് ഇത് അന്ന് മുതൽ എന്നോട് ഇവൻ സംസാരിച്ചത് മുതൽ പല ഇൻ്റർവ്യൂസിലായിട്ട് ഈ ലല്ലു ഈ സംഗതികൾ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫസ്മിനയ്ക്കെതിരെ മാത്രമല്ല, ഫസ്മിനയുടെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെ അടക്കം പേരെടുത്ത് പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആൻഡ് ഇപ്പോൾ ഫസ്മിന എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും ഈ വിഷയത്തിൽ, അത്ര തന്നെ ഇൻ്റർവ്യൂസ് അവൻ കൊടുത്തു കാണും. അത്രയും ചാനൽസിന് അത്രയും വിസിബിൾ ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഫസ്മിനയ്ക്ക് ഇങ്ങനത്തെ ഒരു ലഹരി ഇടപാടുണ്ട്, ലഹരിയുടെ യൂസേജ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഓപ്പൺ വെല്ലുവിളിയാകുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അതിലൊരു ക്ലാരിറ്റി ഫസ്മിനെ തരണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡയറിക്കകത്ത് ഇത് എഴുതി വെച്ചത് സ്പോട്ട് ചെയ്തതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൽ കൃത്യം ക്ലാരിറ്റി വരുത്തേണ്ടത് ഇനി ഫസ്മിനയുടെ കടമയാണ്. എൻ്റെ ഫാമിലി എന്നെ ഡ്രഗ്സിനും വെള്ളം അടിക്കുന്നതിനും പൊക്കിയെന്ന്. എക്സ്ക്യൂസ് മീ, എൻ്റെ ഫാമിലി ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു, ഞാൻ വെള്ളം അടിച്ച് പൊക്കിയെന്ന്. എപ്പോൾ പൊക്കി ഷിബിലി? എൻ്റെ ഫാമിലി എപ്പോഴാണ് അങ്ങനെ ഒരു ഈ നാടകത്തിലോട്ട് എപ്പോഴാണ് എൻ്റെ ഫാമിലി വലിഞ്ഞു കയറിയത് എനിക്കറിയത്തില്ല. പിന്നെ നീ പറയുന്നു നിൻ്റെ ഉമ്മ പച്ചവെള്ളം അല്ലേ എന്ന് പറഞ്ഞത്, നിൻ്റെ ഫാമിലീസ് പൊക്കിയെന്ന്. നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് കൂന്നത് ഷിബിലി? ഞാൻ ആലോചിക്കാം, നീ എങ്ങനെ ഈ കഥ ഇങ്ങനെ നീ എഴുതി വെച്ചിട്ടുണ്ടോ, സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതന്ന് ഞാൻ ഈ ഇട്ട വോയിസിന് ഫസ്മിന റിപ്ലൈ ചെയ്ത വീഡിയോയിൽ ഫസ്മിന പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു ലല്ലുവിനെ ഓക്കെ സ്ക്രിപ്റ്റാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ ഇവൻ ബ്ലഫ് ചെയ്യുകയാണ്, ഈ രീതിയിൽ ഇവനെ ഇനി സൈഡ് ലൈൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇവൻ ഇത് ഇത്ര ക്ലിയറായിട്ട് വന്നിരുന്ന് വെല്ലുവിളിച്ച് പോകുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആണ്. കാരണം ഫാമിലിയെ വലിച്ചിട്ടതാണല്ലോ ഇതിനകത്ത്. രണ്ടുപേരുടെ ഫാമിലിനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വലിച്ചിട്ടുണ്ട്. ഫസ്മിനയുടെ ഫാമിലി കൃത്യമായിട്ട് അവരും ഈ ലല്ലുവിൻ്റെ ഫാമിലി കൃത്യമായിട്ട് അവരും. ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് നിങ്ങൾ ലഹരി ടെസ്റ്റ് ചെയ്യ്. കാരണം സൊസൈറ്റിയുടെ മുന്നിലൊരു ഇവരുടെയൊക്കെ നമുക്കേ ഇവരുടെ ഫാമിലീനെ ഡയറക്റ്റ് അറിയാത്തുള്ളൂ. പക്ഷേ ഇതാരുടെ മോനാ, ഇതാരുടെ മോളാ, ഇവരേതാ ഫാമിലി എന്നൊക്കെ അറിയുന്ന ഇവരുടെ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരും ഇല്ലേ. ഇവരുടെ ഈ ലഹരി ആരോപണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലഹരി ആരോപണം കാരണം അവർക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടാവില്ലേ. മനസ്സിലായോ? അപ്പം അത് ക്ലിയർ ചെയ്യേണ്ടത് അവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി. ഇത് ഈ രണ്ടെണ്ണം ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹരി ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടിനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയിട്ട് കോമൺ ആയിട്ടൊരു സ്ഥലത്ത് നിന്ന് ലഹരി ടെസ്റ്റ് ചെയ്യുക. എന്നാൽ പിന്നെ ഈ ലഹരി ആരോപണം എന്താണ് മാറി കിട്ടില്ല, പിന്നെ കുൽസിതം മാത്രമല്ല ഉണ്ടാവും. പിന്നെ അവൾക്ക് ഒരാളെപ്പോഴും കൂടെ വേണം. ഭയങ്കര സെക്ഷൽ അഡിക്ഷൻ ആയിട്ടുള്ള, ലൈക്ക് സെക്സ് ഇല്ലാതെ പീരിയഡ്സ് ടൈമിൽ മാത്രം ഉണ്ടാവും, ബാക്കി എല്ലാ ദിവസവും അവൾക്ക് അത് വേണം. അങ്ങനത്തെ ഒരാളാണ് അവള്. അത് അവൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നോണ്ടാവാം അവൾക്കൊരു ആ ഒരു സംഭവം. പിന്നെ അവൾ തന്നെ അവളെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അവളെ എത്താത്തപ്പോ ഒരു വീഡിയോ ഇതാക്കിയായിരുന്നു, അപ്ലോഡ് ചെയ്തായിരുന്നു, ഒരു ഹോം ടൂറിന്റെ. ഇപ്പൊ അടുത്ത് ഒരു 1 വീക്ക് പോലും ആയിട്ടില്ല കേട്ടോ, 4 ദിവസം ആ ഇതായിട്ടുള്ളൂ. അവൾ എത്താത്തന്റെ അയക്കോണെന്ന് ഇപ്പൊ മാറ്റിയിട്ട് വേറെ വീട് കണ്ടിട്ട് ഒന്നല്ലോ പറഞ്ഞിട്ട് ഫസിമോളുടെ സ്റ്റിക്കർ മോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഡയറിയാണ്. ഈ ഡയറിയിൽ ഇതാ കറക്റ്റ് എഴുതിക്കണം. ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തന്നെ നിങ്ങൾ തന്നെ വായിച്ചു നോക്കി. അവൾ തന്നെ സബ്മിറ്റ് ചെയ്യണ്ട, അവൾക്ക് സെക്സ് ഇല്ലാതെ പറ്റത്തില്ല, സെക്സ് അഡിക്ഷൻ ആണെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. ഇതെന്താ വായിക്കുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു.
turned into a sex maniac. Oh my god. Still talking about sex. J gives me the best. ജെ എന്ന് പറഞ്ഞ ഒരാളെ പേര് കേട്ടോ, അതിന്റെ ഫസ്റ്റത്തെ ലെറ്ററാണ് ജെ. J. Okay. അതാരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എല്ലാ ഇതിലും പറഞ്ഞ ഓരോ അവൈധം ഡ്രഗ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ബ്രേക്കപ്പ് ആയത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്തോ അയാൾ തന്നെയാണോ ആ ജെ തന്നെയാണോ? ആ ജെ തന്നെയാണ് ഈ ജയം, ഒരു മാറ്റമില്ല. ഇതിപ്പോ എന്തായാലും മീനിങ് ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അല്ല ഇപ്പം ലല്ലു പറഞ്ഞത് തന്നെയാണ് അതിന്റെ മീനിങ് വരുന്നത്. വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ആഡ് ഓൺ ചെയ്യാനൊന്നുമില്ല. ഇവൾക്ക് ഇതില്ലാതെ പറ്റത്തില്ല. സെക്സ് എന്ന സംഭവം ഇവൾക്ക് ഇല്ലാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല അവൾക്ക്. അത് അവളെ ഡയറിയിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്, ജോയിന്റ് അടിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതിൽ ഐപ്പിൽ കഴിച്ചു വായിച്ചു നോക്കും. ഐപ്പിൽ കഴിച്ചു എന്നിട്ട് കറക്റ്റ് ആ സംഭവം സൂം ചെയ്ത് നോക്കി മനസ്സിലാവും. ഇനി വേറൊരു സംഭവം ഉണ്ട്, ജോയിന്റ് ആൻഡ് ജവാൻ അടിച്ചാനുണ്ട്. ജവാൻ ആൻഡ് ജോയിന്റ് ആൻഡ് ജവാൻ അങ്ങനത്തെ പറഞ്ഞിട്ട് ജവാൻ ആൻഡ് ജോയിന്റ് കണ്ടില്ലേ, അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പലോ. ഓക്കെ, ഇതാണ് ഇൻ്റർവ്യൂവിനകത്ത് ഈ ലല്ലു പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഈ ഡയറിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ഇവൻ ഇതിനു മുമ്പും 1-2 ഇൻ്റർവ്യൂവിനകത്ത് ഈ ഫസി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഇവൻ മാറാൻ കാരണം ഫസിക്കുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു ജിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഈ ഡയറിയിനകത്തൊരു ജെ എന്ന് പറഞ്ഞ പേര്, ആ ഡയറി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടുള്ളതൊന്നും കൂടി ക്ലിയർ ആക്കി നമുക്ക് HD ആക്കാനുള്ള ടൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു പേരൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. ബട്ട് ആ ഒരു പേര് ഈ ജിമ്മും ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേ ബി കണക്ഷൻ കിട്ടാം. ഓക്കെ, അനന്തുവിൻ്റെ വീഡിയോയിൽ അനന്തു ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം അത് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ തരേണ്ടത് ഫസ്മിനി ആയതുകൊണ്ട് അതിൻ്റെ ഒരു അസംഷനിലേക്ക് പോവാതിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അത് എന്നോട് വളരെ പേഴ്സണലായിട്ട് കുറച്ച് പേര് വന്നിട്ട് ഇതാ ഇന്ന പേര് ഇത് ഈസി ആണല്ലോ. ഇപ്പോൾ ഫസ്മിനയുടെ ഫോളോയിങ് ലിസ്റ്റ് എടുക്കുന്നു, അതിൽ ഈ ഡയറി കണ്ട പേര് ഏതാന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അപ്പോൾ അങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് നടക്കുന്നൊരു ടൈമാണിത്. അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ട് വരെ ആൾക്കാർ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് അത് ആ വ്യക്തിക്കൊക്കെ അത് വിഷയമാവും. അതിങ്ങനെ അങ്ങോട്ടും ഇപ്പോൾ ഡയറിയിൽ ഒരാളെ പേരുണ്ട്, ഇത് എപ്സ്റ്റീൻ ഫയൽസിൽ പേര് കണ്ട എല്ലാവരും മറ്റേ പരിപാടിക്കാണ് പോയത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സംഗതികൾ ഉണ്ടാവില്ല. അതുപോലെയാണ് ഇപ്പോൾ ഫസീൻ്റെ ഡയറി, അതുപോലെ ആയിപ്പോയി. അപ്പോൾ എന്താണെങ്കിലും അങ്ങനൊരു സൈഡ് ഇതിനകത്തുണ്ട്. ഇവനാണ് ഇതിൽ റിപ്പീറ്റഡ്ലി ഈ ജിമ്മിൻ്റെ ചങ്ങായി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് വേണം. പിന്നെ കുറച്ച് പേരൊക്കെ ഈ ഗർഭത്തിൻ്റെ കാര്യം സായി എന്തുകൊണ്ട് ക്ലാരിറ്റി തരാൻ അവളോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ഇമോഷണലായിട്ടൊരു വ്യക്തി വന്നിരുന്നിട്ടൊരു വീഡിയോയിൽ കരഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, അവർക്ക് ആ ഒരു ഫീലിംഗ്, അവരുടെ ആ ഒരു പ്രശ്നം അത് ഇത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വിഷയം പറയുമ്പോൾ അവർ അണ്ണാക്കിൽ മറ്റേ നാക്ക് പിഴുത് പുറത്തിട്ട് നീ ഗർഭത്തിൻ്റെ കാര്യം പറയാമെന്ന് പറയാൻ പറ്റുമോ? ക്ലാരിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ക്ലാരിറ്റി ഈസ് എ റെസ്പോൺസിബിലിറ്റി നോ, എസ്പെഷ്യലി ഫോർ ഫസ്മിന. മനസ്സിലായില്ലേ? ഗർഭമുണ്ടായി, ഇന്ന ഡേറ്റിൽ അത് അബോർട്ട് ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, ഏത് ഡോക്ടർ ചെയ്തു, ആ ടൈമിൽ കല്യാണം കഴിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് ആ സമയത്ത് ഇപ്പോൾ ഒബിയസ്ലി ലല്ലു ആണ് എന്നുണ്ടെങ്കിൽ ലല്ലു കല്യാണം കഴിച്ചേ പറ്റൂ. കാരണം അബോഷന് പോകുമ്പോൾ ഹസ്ബൻഡ് വേണം. അല്ലാതെ അബോഷന് പോയി കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളും വിഷയങ്ങളും അത് നിയമവിരുദ്ധമായിട്ട് പോകും. ഇതിന് ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ക്ലിയർ കട്ടായിട്ട് ഇമോഷണൽ ആവാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്മിനെ സംസാരിക്കേണ്ട കാര്യം. കാരണം ഇവ എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന് പച്ചക്കിരുന്ന് പറയുകയാണ്, ഇൻ്റെതല്ല ഒറ്റ വട്ടം മാത്രം, പിന്നെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഇവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതി ഫസ്മിന തന്നെ സംസാരിക്കണം. ഓക്കെ, അടുത്തത് ഫസ്മിന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇവരുടെ ഒരു Q&A വീഡിയോ, അതായത് ഇതുവരെ പോസ്റ്റ് ചെയ്യാത്ത ഫസ്മിനയുടെ ഡ്രാഫ്റ്റിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോനകത്ത് എങ്ങനെയാണ് ഇവൻ ബിഹേവ് ചെയ്യുന്നത്,
കുറേ പേരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഇവള് എഡിറ്റ് ചെയ്യാൻ മറന്നതാണോ, അതോ ഇതൊരു പ്രാങ്ക് വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ അവർ പോസ്റ്റ് ചെയ്യാത്തതാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കിതൊരു പ്രാങ്കായിട്ടും തോന്നിയില്ല, ഇത് എഡിറ്റ് ചെയ്യാതെ ഇടാൻ ഫസ്മീന മറന്നതായിട്ടും തോന്നിയില്ല. ഓക്കെ, ആ വീഡിയോ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെയാണ് ഫസ്മീന പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടു ഷോ എന്താണ് ഷിബിലിയുടെ ബിഹേവിയർ, ഈ ലല്ലൂബിയുടെ ബിഹേവിയർ ടുവേർഡ്സ് ഹെർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവൻ ഫസ്മിനെ കംപ്ലീറ്റ്ലി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിലെടുത്ത വീഡിയോ ആണത്. അപ്പം അന്ന് എങ്ങനെയാണ് ഫസ്മിന എന്ന് പറഞ്ഞ ഭാര്യയോട് ലല്ലൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഷിബിലി എന്ന് പറഞ്ഞ ഭർത്താവ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആ വീഡിയോനകത്തുള്ള കുറച്ചധികം കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാനുണ്ട്. നമുക്കതിന് മുമ്പ് ആ വീഡിയോയുടെ ഇൻട്രോയിലുള്ള 1-2 പോർഷൻസ് നോക്കാം. ഞാൻ അവിഹിതം ഉണ്ടായിട്ടാണ് എന്നെ ഇട്ടിട്ട് പോയെന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ചെയ്യണം. പഠിച്ചോ സഹായിച്ച് 12 സെപ്റ്റംബറിനാണ് ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. 2 സെപ്റ്റംബറിന് ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് രാത്രി ഇറങ്ങി പോയിട്ട് പിന്നെ 13-ം തീയതി ആയല്ലോ. ഈ ഒറ്റ ദിവസം 14-ം തീയതിയാണ് സ്നാപ്പിൽ വളരെ മോശമായിട്ട് ഒരു പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നത്. ആ ഓടി ഞാനിവിടെ പ്ലേ ചെയ്യാൻ ലാസ്റ്റ്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന വ്യക്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഉള്ളപ്പോഴും ഇതിന്റെ അപ്പുറം ഇവൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവൻ പറയുന്ന കള്ളങ്ങൾ നിങ്ങൾക്ക് അതിൽ കേൾക്കാൻ പറ്റും. പതിയായിട്ട് നിർത്തിയിട്ട് 2 വീക്സ് ആയെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴത്തേക്കാണ് മഹാൻ അടുത്ത ആളിലോട്ട് പോകുന്നത്. ഓക്കെ, ഇത് ഫസ്മിന ഇവൻ്റെ ആ ഒരു ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിലുള്ള അവൻ്റെ ഒരു ബിഹേവിയറും അവൻ്റെ ഒരു പാറ്റേണിനെയും കുറിച്ച് പറഞ്ഞു. ഈ ലല്ലൂബി ഒരിക്കലും വെളുപ്പിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ വെളുക്കേണ്ട ഒരാളല്ല, മനസ്സിലായോ? ഫസ്മിനയുടെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരും വെളുപ്പിക്കാനോ വെളുക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്മിനയ്ക്കില്ല. ഫസ്മിന സ്വയം വെളുക്കുക, ലല്ലൂബി സ്വയം വെളുക്കുക, അത്രയേ ഉള്ളൂ. കാണുന്ന നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അരക്കള്ളൻ, മുക്കാക്കള്ളൻ, കാൽക്കള്ളൻ, 10% കള്ളൻ, ഇങ്ങനെ നമുക്കിത് പിടിക്കാൻ പറ്റും. അല്ലാതെ ഇവരുടെ ഈ ലൈഫ് സ്റ്റോറീസ് ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം ഒരു വളരെ കോമൺ പാറ്റേണിൽ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ലൈഫിലെ ഹാബിറ്റ്സോ ഒന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ലല്ലുവിന് ഇത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സംഗതി വരെ ഫസ്മിനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഈ പറഞ്ഞ ഡയറിയുടെ സാധനം ഫസ്മിന പറയാതെ പോയാൽ അതിനൊരു ക്ലാരിറ്റി ജനങ്ങളിലേക്ക് കൊടുക്കാതെ വളരെ കാഷ്വലായിട്ട് അതെൻ്റെ പേഴ്സണൽ ലൈഫ്, ഫസ്മിന വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരുത്തിനും അവൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവനും പറഞ്ഞൂടെ, ലല്ലുവിനും വന്ന് പറഞ്ഞൂടെ? ഇപ്പോൾ ലല്ലു പറയുന്നതും അതാണല്ലോ, അവളുള്ളപ്പോൾ എനിക്ക് വേറെ ബന്ധമില്ല. ദാറ്റ് ഈസ് അട്ടർ റോങ്. ഇവൻ പല ഹിറ്റ്സും അപ്പം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫസ്മിന തന്നെ കുറേ വട്ടം പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ട്. കമൻറ്റ് ബോക്സിലാണ് കുറേ എണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് വന്ന മെസ്സേജുകളൊന്നും വേണ്ട, കാരണം ഇവൻ ഓൾറെഡി എക്സ്പോസ്ഡ് ആയതാണ്. അതല്ലാതെ ഇപ്പോൾ ഫസ്മിന ഈ പറഞ്ഞ ഇവൻ പോയതിനു ശേഷം ഇവൻ വെരി നെക്സ്റ്റ് ഡേ ഇങ്ങനത്തെ ഒരു ഹിറ്റ് ഒരു കുട്ടിയോട് നടത്തിയെന്ന് പറയുന്നു. ഇവൻ എന്താ വന്നിരുന്നു പറയുന്നത്, എന്താ ഞാനും ഭാര്യയും ഭർത്താവും മാറിയിട്ടില്ല, ഞാൻ മാറിയപ്പോൾ വേറൊരാളോട് പോയി മെസ്സേജ്, അതോ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇവളെയുള്ള ബന്ധം ഇട്ട് പോയപ്പോഴാണ് ഞാൻ വേറൊരാളെ ഓപ്റ്റ് ചെയ്തത്, വേറെ ആൾക്ക് മെസ്സേജ് അയക്കുന്നത്. അതുപോലെ ഇവളും ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡയറി കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവനത് എങ്ങനെ പറയാം നാട്ടുകാരുടെ അടുത്ത്? ഞാൻ ചെയ്തതും ഓള് ചെയ്തതും ഒരുപോലെ തന്നെ, രണ്ടുപേരും കല്യാണത്തിൽ തന്നെ ആയിരുന്നു, റിലേഷനിലായിരുന്നു, ആ ഭാര്യ ഭർത്താവ് ബന്ധത്തിലായിരുന്നു. ഒരാൾ മറ്റേ ആളോട് പറയുകയാണ് ഓ എന്നെ ഫുള്ള് ചതിച്ചിട്ടാണ് പോയത്, ഓ ഇപ്പോൾ പറയുന്നു കണ്ട ഡയറിക്കകത്ത് ഓളിപ്പോൾ ചെയ്യുന്ന ചതിയല്ലേ. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് പറയാം. ഇതിൽ വലിയ ചതി ചെറിയ ചതി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മനസ്സിലായോ? വലിയ ചതി ചെറിയ ചതി. പക്ഷെ ജനങ്ങൾക്ക് ഇത് വലുതും ചെറുതും ആക്കണ്ട, ചതി ചതി അങ്ങനെ പറഞ്ഞു പോയാൽ മതി. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഫസ്മിനയുടെ ആവശ്യമാണ്, ലല്ലുവിനേക്കാൾ കൂടുതൽ. കാരണം ഓൾമോസ്റ്റ് ആ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ മതി, ലല്ലുവിന് ക്ലിയറായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഇവന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവന് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഇവൻ്റെ 1-2 പോയിൻ്റുകൾ ഇവൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവന് റിപ്ലൈ കിട്ടാത്ത സ്ഥലങ്ങൾ, ഒന്ന് ഈ ഗർഭത്തിൻ്റെത്, ഇപ്പോൾ ഈ ഡയറി, അങ്ങനെ 1-2 ഐറ്റങ്ങൾ ഫസ്മിനെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജനങ്ങൾ മൊത്തം ഇത് രണ്ടും കൂടെ ആയിപ്പോടെ പോടെ പറഞ്ഞ് തട്ടിക്കളയും. ഇനി അടുത്ത ആ വീഡിയോ Q&A വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? ചിരിക്കട്ടാ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Q&A ആണ്. ഗൂഗിളിൽ നിന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തായിരുന്നു, അപ്പം അതിനുള്ള ആൻസർ
ഈ മാരേജ് കഴിഞ്ഞ ഈ വൈഫ് ആൻഡ് ഹസ്ബൻഡ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തായിരുന്നു. എടുത്തിട്ട് അപ്പൊ അതിന് ഉത്തരം തരാം രണ്ടാളും കറക്റ്റ് ആൻസർ. 10-15 ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. ഫേവറേറ്റ് പേഴ്സൺ ആഫ്റ്റർ ഫാമിലി? വീട്ടുകാരുണ്ടോ? നീ വീട്ടുകാരിലുണ്ടോ? വീട്ടുകാരെന്ന് പറയുമ്പോ ഉപ്പായും ഉമ്മയോ? ഉപ്പായും ഉമ്മയും ഉപ്പ ഉമ്മ ഉക്സ. ആഫ്റ്റർ ഫാമിലി ഇത് ശിബിരി. നിന്റെ? എനിക്ക് ആഫ്റ്റർ ഫാമിലി എനിക്ക് ചെറുപ്പം മുതൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അറിയുന്നില്ലേ? ഏത് ഫ്രണ്ട്? ഫൈസൽ എന്ന് പറയും. അപ്പൊ ഞാൻ ഫാമിലിയാ? നീ അത് കഴിഞ്ഞിട്ട് എന്താ ജെന്യൂനായിട്ട് ആൻസർ കൊടുക്കണ്ടേ? ഞാൻ ഒന്ന് പറഞ്ഞില്ലല്ലോ. അടുത്തെടുക്ക്. ടൈം ബാക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ കല്യാണം വേണ്ടാന്ന് വെക്കുവോ? തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ കല്യാണം വേണ്ടാന്ന് വെക്കുവോ? ഇല്ലില്ല, വേണ്ടാന്ന് വെക്കത്തില്ല. എന്തിന്? ഇല്ല. ഞാന് ചിലപ്പോ വേണ്ടെന്ന് നോക്കും. ബിക്കോസ് ഞാൻ ചിലപ്പോ വേണ്ടെന്ന് നോക്കും. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത്ര ഏജ് ഒന്നും ആയിട്ടില്ല. പിന്നെ എനിക്ക് മാരേജ് കോൺസെപ്റ്റിനോടൊന്നും ഇപ്പൊ കല്യാണം വേണ്ടാന്ന് വെക്കുന്നോ? അത് ഇന്ന് വേണ്ടാന്ന് വെക്കുന്നോ? കല്യാണം ഇപ്പൊ തന്നെ വേണ്ടാന്ന് വെക്കുന്നു. ഇപ്പൊ തന്നെ ചെയ്യണ്ടായിരുന്നു. അതായത് ഞാനായിട്ട് റിലേഷൻ ആയിട്ടിരിക്കുന്നോ? ജസ്റ്റ് റിലേഷൻ ആയിട്ടിരിക്കും, അല്ലാതെ കല്യാണം അങ്ങനത്തെ കോൺസെപ്റ്റിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചില സാഹചര്യങ്ങളോട് സന്ദർഭം മൂലം കെട്ടി. ഇനിയിപ്പോ ടൈം ബാക്കോട്ട് ടൈം ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെക്കായി 2-3 വയസ്സ് കുറഞ്ഞ ആളെ കെട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മായി ചിരിക്കണ മാതിരി ചിരിക്കാറുണ്ട് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞു. എനിക്ക് എന്നെക്കായി 3 ഏജ് കുറഞ്ഞ ആൾക്കാരെ, എന്നെക്കാൾ ഒരു 3 ഏജ് അല്ലെങ്കിൽ 4 ഏജ് കുറഞ്ഞ ആൾക്കാരെ കെട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. കണ്ടല്ലോ നിങ്ങള്, ഇത് ഇനിയുണ്ട് കേട്ടോ. ഞാൻ ഒരു പോർഷനും കൂടി വയ്ക്കാം, ഒരു 3 മിനിറ്റും ചില്ലറയുള്ള ഒരു പോർഷനും കൂടിയാണ്. അതിനകത്ത് കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇതൊരു പ്രാങ്ക് അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പ്രാങ്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തതായിരിക്കാൻ ചാൻസ് ഇല്ല. ഇവൻ എന്താണോ ഇൻ്റർവ്യൂസിൽ പറയുന്നത്, എന്താണോ അന്ന് എന്നോട് പറഞ്ഞത്, ഇവൻ ആ മൂഡിലായിരിക്കുന്നത്. മതി, എനിക്കിതിനി പറ്റില്ല, എനിക്ക് താല്പര്യമില്ല, ഈ കൈൻഡ് ഓഫ് സാധനത്തിലാണ് ഇവൻ ഇതിനകത്ത് ഈ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. ഫസ്മിനയ്ക്ക് ഇവൻ്റെ എല്ലാം അറിയാം. ഫസ്മിനയുടെ ബോഡി ലാംഗ്വേജ് ഞാൻ പറയാം. ഇവൻ ഇതാണെന്നുള്ളത് അറിയാം. ഇവൻ്റെ എല്ലാ സാധനങ്ങളും ഫസ്മിനെ പൊക്കി എല്ലാം കഴിഞ്ഞ് ഫസ്മിന എല്ലാം ഡൺ ഡസ്റ്റഡ് ആയിട്ടും ഫസ്മിനെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രേക്ഷകർക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ, മനസ്സിലായോ? അപ്പോൾ അവിടെയും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്കൊക്കെ പേഴ്സണൽ ലൈഫിനേക്കാൾ വലുതാണോ സോഷ്യൽ മീഡിയ ലൈഫ്? ഇതിനകത്ത് വളരെ എവിഡൻ്റ് ആണ് ഫസ്മിന. അത് സീരിയസ്ലി ഞാനിത് കണ്ട് ഞാൻ ഭയങ്കര ഫെഡപ്പായിപ്പോയി. നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഈ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഫസ്മിനെ വിട്ട് പോയി എന്നാണ് പറയുന്നത്. ആൻഡ് ഇവൻ ഈ വീഡിയോനകത്ത് കാണിക്കുന്നൊരു കൈൻഡ് ഓഫ് അവൻ്റെ ബോഡി ലാംഗ്വേജും അവൻ്റെ ആൻസേഴ്സും, ഓൾറെഡി ഇവൻ ചതിയനാണ്, പറ്റിച്ച്, ഇവന് വേറെ ബന്ധങ്ങളുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടും ഫസ്മിനയോട് വീണ്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇവന് ഇങ്ങനെ ഉത്തരം തരുന്നുണ്ട്. അപ്പുറത്തിരുന്നിട്ട് ഫസ്മിന അവനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അങ്ങനെയല്ല, ഇങ്ങനെ പറ, ഇങ്ങനെ ചെയ്യും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ മുന്നിൽ ഈ കൈൻഡ് ഓഫ് എന്താ പറയുക, ഞങ്ങൾ അടിപൊളിയാണ് എന്ന് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ഈ ഒരു സംഗതിയുടെ ആവശ്യവും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ പറയുക, ഇതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും. സോഷ്യൽ മീഡിയയിലുള്ള കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനടക്കം, എസ്പെഷ്യലി ഫാമിലി കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനടക്കം ഒരു പാഠമായിരിക്കണം. ഒന്നിലും ഈ പേഴ്സണൽ ലൈഫ് കൊണ്ടുവരാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് പറഞ്ഞ് ആദ്യം മൂവ് ഓൺ ചെയ്യുക. അല്ലാതെ ഇത് അകത്ത് പൊരിഞ്ഞ വിഷയങ്ങളും പുറത്ത് നാട്ടുകാരെ കാണിക്കാൻ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ എങ്ങനെയും കടിച്ച് പിടിച്ച് ഇരുന്നിട്ടുള്ള പരിപാടിയും കാണിച്ചാണ്ടല്ലോ, സോറി, നിങ്ങളെ പേഴ്സണലി ചീറ്റ് ചെയ്യുകയാണ്. ആ ചീറ്റിങ്ങിൻ്റെ അവസാനമാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ. അത് മനസ്സിലാക്കിയാൽ നല്ലത്. കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നല്ല സ്നേഹമുള്ള ആളെ കെട്ടണമെന്നായിരുന്നു. സ്നേഹം പറ്റിക്കാത്ത ആളെ കെട്ടണമെന്നായിരുന്നു കോൺസെപ്റ്റ്. ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇല്ല,
സ്നേഹമുള്ള ആളെ കെട്ടണമെന്നായിരുന്നു. പക്ഷെ എന്താ കട്ടി വിട്ടോ ശിബിരി, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. ഒരുമാതിരി ഇതായിരുന്നു ഉത്തരം. ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോ ഓൾറെഡി പറഞ്ഞാണ് സത്യം എന്തായിട്ട് ഇതിന്റെ പുറത്ത് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ് നീ വീഡിയോ കട്ട് ചെയ്തിട്ട് എടുത്തു നോക്കോ, എന്റെ മുഖം ഒരുമാതിരി ഒത്തിരി കമന്റ് വരും. മാരേജ് ലൈഫിൽ ഹാപ്പി ആണോ രണ്ടാളും? ഇടയ്ക്ക് വിഷമം വരും, പക്ഷെ അവന് പൊതുവെ നോക്കുമ്പോ ഹാപ്പിയാണ്. എനിക്കും വല്ല കുഴപ്പമില്ല, അങ്ങനെ പോണം. എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ പോണ്. ഹാപ്പി ആണെന്ന ചോദ്യം. മാരേജ് ഹാപ്പി ആണെന്ന് വെച്ചാൽ ചില ടൈമിൽ ഹാപ്പിയാണ്, ചില ടൈമിൽ അങ്ങനെ പോണ്. ഒരു ആവറേജ് അത്രേ ഉള്ളൂ. മനസ്സിലുള്ള കാര്യമില്ല പറയണ്ടേ. അപ്പൊ എനിക്ക് മനസ്സിലാക്കി എനിക്ക് ചെയ്യാം. എനിക്ക് മനസ്സിലാക്കി ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാപ്പി ആക്കുക, അത്രേ ഉള്ളു. അല്ലാതെ എനിക്ക് ഞാൻ ഹാപ്പി അല്ല, ഞാൻ ഉള്ള കാര്യം പറയാലോ, ഞാൻ ഹാപ്പി അല്ല. ഹാപ്പി അല്ല. വീഡിയോ എടുക്കണ്ട എങ്ങനെയാണെങ്കിൽ. നീ എന്താ ഇങ്ങനെ കാണിക്കുന്ന മനസ്സിലാവില്ല. കല്യാണം ലിവിന്, കല്യാണം ഒബ്വിയസ്ലി ലിവിന്ന് വെച്ചാ എന്താ, ലിവിന് സുഖമില്ല. കല്യാണം അല്ലേ എനിക്ക് ലിവിനാ താഴത്തില്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാള് കൂടെ കുറച്ചു കാലം ജയിച്ചിട്ട് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് നീ തോന്നുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ സ്വഭാവം മൊത്തത്തില് ഒരു ഇറിറ്റേറ്റിംഗ് ആണ്. 24 മണിക്കൂർ ഇങ്ങനെ കരകരാണ്ട് പിന്നാലെ വരും. പിന്നെ എന്താ പറയാ, ഇങ്ങനെ പറയാനേ ഞാൻ പറയാം. ഓക്കെ, സോറി. എനിക്ക് ഇറിറ്റേറ്റിംഗ് ഇവിടെ ചില സ്വഭാവങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലോ. ഓപ്പൺ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ? നോ. യെസ്. ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? തമാശ കളിക്കുന്നുണ്ടോ? ഓപ്പൺ റിലേഷൻഷിപ്പ് എന്താ അറിയില്ല. ഓപ്പൺ റിലേഷൻഷിപ്പ് ഓപ്പൺ റിലേഷൻ വെച്ചാൽ എന്താ? എന്താണെങ്കിലും ഒക്കെ ഓക്കെയാണ്. ഓപ്പൺ എന്താ പ്രശ്നം? ഓപ്പൺ ആയിട്ട് റിലേഷൻ വെച്ചാൽ രണ്ടുപേരും ഓപ്പൺ ആയിട്ടിരിക്കും. അതായത് രണ്ടുപേർക്ക് വേറെ റിലേഷൻ ഉള്ളതൊക്കെ ഓക്കെയാണ്. അതായതല്ലേ, എനിക്കാകെ സീനൊന്നുമില്ല. എനിക്ക് അതായത് കല്യാണം കഴിഞ്ഞ് അടിച്ച് നിനക്ക് നിന്റേതായിട്ടുള്ള ലൈഫ് എൻജോയ്മെന്റ് അങ്ങനത്തെ ആകെ സീനൊന്നും എനിക്കില്ല. എനിക്ക് എന്താണ് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമാണ്. എനിക്ക് ഞാൻ പറഞ്ഞു അറിയിപ്പിക്കുന്നവരുണ്ട് കേട്ടോ ശരി കാര്യത്തില്. ഇതിന്റെ എല്ലാ ഉത്തരവും ഇപ്പൊ എത്ര വീഡിയോ എടുത്ത അതിന് പല ഉത്തരവും പറഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കുക. ചൂടന്റെ നീ വിടുക, പക്ഷെ നീ ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത് കട്ട് ചെയ്താൽ മതി. ഓപ്പൺ റിലേഷൻഷിപ്പ് താല്പര്യമില്ല അതിനോട്, ഓക്കെ അല്ല. ഇപ്പോ ഫിസിക്കൽ അപ്പീൽമെന്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ കിട്ടുമോ? കാരണം വേറെ നല്ല ആൾക്കാരെ കിട്ടൂല. ഈ ഒരു വീഡിയോൻ്റെ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ലല്ലു എന്താണോ ഇൻ്റർവ്യൂസിൽ പറഞ്ഞത്, അപ്പോൾ എനിക്കിത് പേഴ്സണലി കണക്റ്റ് ആകാൻ കാരണം എന്നോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ അവൻ എന്താണോ പറയുന്ന കാര്യങ്ങൾ അതവൻ ക്യാമറേൻ്റെ മുന്നിൽ ജനങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്തൊരു ഐറ്റം പോലെ എനിക്ക് തോന്നി. മനസ്സിലായോ? ഇവന് വേണ്ട, ഇവന് താല്പര്യമില്ല ആ ബന്ധം. വളരെ ക്ലിയറായിട്ട് എവിഡൻ്റായിട്ട് ആ വീഡിയോനകത്ത് വളരെ ഓക്കെ ആയിട്ട് ആ സാധനം ഉണ്ട്. താല്പര്യമില്ല, പച്ചയ്ക്ക് പറയുകയാണ്. പച്ചയ്ക്ക് ഫസ്മിനോട് ഇത് പറഞ്ഞിട്ടും ഇത്രയും ആയിട്ടും ഫസ്മിനയ്ക്ക് അത് എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഡിപ്രസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നൊന്നും പറയാനില്ല. ഇതിന് ശേഷവും പല സ്ഥലങ്ങളിലും നിങ്ങൾ വെച്ച് കണ്ടു, നിങ്ങൾ സംസാരിച്ചു, നിങ്ങളൊപ്പം നിന്നു, അങ്ങനത്തെ ഒക്കെ പല സാധനങ്ങളും. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ കണ്ട സ്ഥലവും വീഡിയോ റിസീവ് ആയിരുന്നു. അന്നും ഞാൻ ഫസ്മിനോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറയുന്നു വേറൊരു സ്ഥലത്ത് വെച്ചിട്ടും ഈ ഒരു പേഴ്സണലി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കൈൻഡ് ഓഫ് എന്താ പറയുക, ഇവന് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് പോകാൻ പാടില്ലായിരുന്നു. അവിടെയൊക്കെ കൺഫ്യൂഷനും ചോദ്യങ്ങളുമാണ്. മനസ്സിലായോ? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ്, ലല്ലു എന്ന് പറഞ്ഞ കോണ്ടൻറ്റ് ഒരു ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ വേണ്ട. കാരണം ലൈഫിൽ നിന്ന് പോയ ഒരാൾ അയാളെ എക്സ്പോസ് ചെയ്യേണ്ട എക്സ്ട്രീം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മളെ ഭാഗം 100%, 1000% ക്ലിയറാണ്, കറക്റ്റാണ്. അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും വന്നാൽ നമുക്കത്
സ്റ്റാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി വേണം എന്നുള്ള രീതിക്കുള്ള ഒരാൾ, അല്ലെങ്കിൽ അത്രയും ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാം. ഫസിക്ക് ഇവിടെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, അതാണ് അടുത്ത പ്രശ്നം. കുറേ ചോദ്യങ്ങൾക്ക് ഫസ്മിനയ്ക്ക് ഉത്തരമില്ല എന്നുള്ളത് ഫസ്മിനെ ഇപ്പോൾ വീക്കാക്കി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്താൽ മച്ച് മച്ച് ബെറ്റർ, ഓറൽസ് സീനാണ്. അടുത്തത് ഓൺലൈൻ മലയാളി സ്പെഷ്യൽസിൽ വന്ന അതിൽ തന്നെ 1-2 വട്ടം ഞാനിട്ട വീഡിയോൻ്റെ ഒരു സാധനമൊക്കെ പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ഇവളെ കൂടെ വീഡിയോ ചെയ്ത അന്ന് മുതൽ ഈ ബ്രേക്കപ്പ് ആവണ ആ ടൈം വരെ എല്ലാ ദിവസവും യൂട്യൂബിൽ വീഡിയോ ഇടണം ഞങ്ങളെ വീഡിയോ. എനിക്ക് അങ്ങനത്തെ അപകടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾക്കാർ വന്നിട്ട് പറയട്ടെ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കണമെന്ന്. എനിക്കൊരു അപകടം ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയോളം അങ്ങനെ പറയാം? എനിക്ക് കാലിന് സുഖമില്ലാതെ എങ്ങനെ കിടന്നാൽ എൻ്റെ കാലിന് എന്ത് എവിടെയാണ് സുഖമില്ലാതെ ഏത് ഡോക്ടറെ പോയി കാണിച്ച് ഞാൻ അവിടെ പോയിട്ട് എവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ എന്നെ ചെക്ക് ചെയ്യാം. എനിക്ക് പറ്റാത്ത അപകടം ഇവൾക്ക് തന്നെ അറിയാം. ഇവൾ എന്നെ കുളിപ്പിക്കിയതാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എനിക്കൊരു പ്രശ്നമില്ല. കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരിക്കുന്ന ടൈമിൽ അവൾ എന്നെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കുളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എനിക്ക് അതിലൊന്നും പ്രശ്നമില്ലാത്ത ആളാണ്. അവൾ ഫുഡ് വാരി തന്ന കേസ് പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞില്ല അപ്പം നിങ്ങളോട്, ഫുഡ് വാരി തന്നിട്ടുണ്ട്. അതേമാതിരി സ്നാപ്പിൽ എന്തോ ഒരു സെക്ഷൽ ഓഡിയോ വന്നു, അത് എൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അതൊന്നും പറഞ്ഞുകൊണ്ടൊരു കുഴപ്പമില്ല. ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ ഏറ്റെടുക്കാം? ഓളെ ഉമ്മ വീഡിയോയിൽ ഒന്ന് ഇരിക്കട്ടെ, ഓളെ ഉമ്മ ഇപ്പിമ്പടി വീഡിയോ ഒന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ട് പറയട്ടെ എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ മോള് സിഗരറ്റ് വലിക്കലില്ല, എൻ്റെ മോളൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഓളെ ഉമ്മ ഒന്ന് പറയട്ടെ. ഓളെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഒന്ന് പറയട്ടെ. ഈ എന്തൊക്കെ ലഹരിയായിരുന്നു ശരിക്കും ഫാസ്മിന യൂസ് ചെയ്തിട്ടുണ്ട്? കഞ്ചാവ് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. കഞ്ചാവ് ഭയങ്കര അഡിക്ഷനാണ്. ഇതിന് ഡെയിലി ഒരു കഞ്ചാവ് ഇല്ലാതെ പറ്റൂല. പിന്നെ സിഗരറ്റ്, പിന്നെ കള്ള്, അതും മറ്റേ വെള്ളം ഒഴിക്കാതെ അടിക്കൂലേ, അങ്ങനെ അടിക്കാറ്. അത്രയും അഡിക്ഷൻ ആയിട്ടുള്ള ആളാണ്. എഗെയിൻ ഈ ലഹരിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാരെ വരെ ഇപ്പോൾ ട്രാക്ക് ചെയ്തിട്ടുകൊണ്ട് 2 വീട്ടുകാരും കൂടി ചേർന്ന് 1 വരെ പിരിച്ച് ഡൈവോഴ്സും ആക്കി 2നും 2 വഴിക്ക് വിടുക. അവരുടെയൊക്കെ പേഴ്സണൽ ജീവിതം പിന്നെ അവർ നോക്കിക്കോട്ടെ എന്ന് പറയുക. ലഹരിയുടെ സാധനം ഓപ്പൺ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചതുകൊണ്ട് അത് നിങ്ങളെയൊക്കെ ഫാമിലിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് 2 പേരും ലഹരി ടെസ്റ്റ് നടത്തി ഇതേപോലെ ഏതെങ്കിലും ഒരു ചാനലിനെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂവിനകത്ത് 2 കൂടി പബ്ലിഷ് ചെയ്യുക. നാട്ടുകാരെ മുന്നിൽ കുടുംബത്തിനെങ്കിലും കഴിച്ചിലാവാം. അല്ലാതെ എന്ത് പറയാനതിനകത്ത്. പിന്നെ ഇവൻ പറഞ്ഞ പോലെ ഫസ്മിനയ്ക്ക് അടുത്തൊരു ചോദ്യം, ഫസ്മിന ഇവൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ ഇവനെ കൊണ്ടുപോയി ഭക്ഷണം വാരി കൊടുത്തു കുളിപ്പിച്ചു എന്നുള്ളത് പറയുമ്പോൾ ഇവൻ പറയും അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഫസ്മിനെ കൊണ്ടുവന്നേ പറ്റും. ഇപ്പോൾ ഒരാൾ പറയും എനിക്കൊരു ആക്സിഡൻറ്റ് നടന്നിട്ടില്ല, എവിടെ എൻ്റെ കൈയും കാലും പൊട്ടിയിട്ടില്ല, ഏത് ഹോസ്പിറ്റലിൽ എപ്പോൾ എനിക്കൊന്നും പറ്റാതെ എന്തിനാണ് വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആൾ പിന്നെ അതിൻ്റെ പ്രൂഫ് കൊണ്ടുവരണ്ടേ, വേണ്ടി വരും. ഇനി അടുത്തത് സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞ താങ്കൾ കാണിച്ച ഡേറ്റുകളെല്ലാം എഡിറ്റഡ് ആണെന്നും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സീക്രട്ട് ഏജന്റിന് ഞാൻ തൊപ്പിയും ഇവളും ബ്രേക്കപ്പ് ആവുള്ള റീസണ് ഇന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ സീക്രട്ട് ഏജന്റിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു. അവനക്ക് ഞാൻ അയച്ചു കൊടുത്താണ്. ഇവൾ എന്നോട് പറഞ്ഞ കേസ് ഇതാണ്, അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം അവനക്ക് അയച്ചു കൊടുത്ത്, വേറെ ഓള് കറക്റ്റ് പറയുന്ന വേറൊരു വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു ക്ലിപ്പ് അയച്ചു കൊടുത്തോളൂ, ഓളെ തന്നെ പറയുന്ന ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ഈ സംഭവം വീഡിയോ ഫസ്റ്റ് ഇട്ട ടൈമിൽ ഞാൻ അവനെ കോൺടാക്ട് ചെയ്തിട്ട് കുറേ സംസാരിച്ചു. അതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത്, പിന്നെ അതേമാതിരി തന്നെ ഈ വീഡിയോ കാണിച്ചു ഓനക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചാറ്റിലുണ്ട്, ഓനക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓനക്ക് വിട്ടുകൊടുത്തിട്ട് ഓന് അതിനെ കുറിച്ചിട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ഇതാക്കില്ല. ഓലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ സർക്കിളാണ്. ആ സർക്കിളിലുള്ള ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഒന്നുമില്ലാതെ ഒന്നാണ് ഈ സോഷ്യൽ. ഓൻ എവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്കൊന്നും പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഫസ്മിനയുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്മിനെ കൊണ്ടുവന്ന തെളിവുകളും ക്ലാരിറ്റീൻ്റെയും മുകളിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. മനസ്സിലായി? ഇപ്പം നീ തന്നെ പറഞ്ഞല്ലോ, തൊപ്പിയുടെ ഒരു വീഡിയോ, ഈ തൊപ്പീനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ, ഫസ്മിനെ സംസാരിക്കുന്ന വീഡിയോ നീ എനിക്ക് അയച്ചു തന്നു. ഇത്രയും ഇൻ്റർവ്യൂവിൽ ഇത്രയും തെളിവും വെച്ച് സംസാരിക്കുന്ന നീ ഈ പറഞ്ഞ ചാനലിലെങ്കിലും ആ തെളിവ് കാണിച്ചോ? ഞാൻ കണ്ടില്ല എവിടെയും. അതെന്താ പോലെ ഈ എനിക്ക് മാത്രം അയച്ചു തന്നിട്ട് പിന്നെ ആ സാധനം വേറെ എവിടെയും കാണിക്കാതിരിക്കുന്നത്? എന്താണെങ്കിലും നീ ഫസ്മിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഒരു ഇൻ്റർവ്യൂവിൽ നീ ഈ തൊപ്പി ബൈസെക്ഷലാണ് അല്ലെങ്കിൽ തൊപ്പി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒക്കെ എന്നോട് പറഞ്ഞതൊക്കെ വേറെയാണ് ആണെന്ന് പറഞ്ഞു. എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഫസ്മിനെ സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ ഈ അതും കൂടിയാണ് പുറത്തിട്ടോ, എന്നാൽ പിന്നെ അതിൻ്റെയും കൂടിയാണ് ക്ലാരിറ്റി ഫസ്മിനെ തരട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, വെറുതെ വന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഈ എനിക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്നാമത് ഈൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. ഞാനതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്.
ഫസ്മിന തൊപ്പീനെ കുറിച്ച് വേറൊരാളോട് ഫോണിൽ എങ്ങാണ്ട് സംസാരിക്കുന്നതാണ് ആ വീഡിയോ. ഇഫ് ഐ എം നോട്ട് റോങ്, എൻ്റെ ഓർമ്മയിൽ അതാണ്. കാരണം 1 ടൈം ആവുന്നത്. ഈ സാധനം നിനക്ക് എന്തുകൊണ്ട് മീഡിയയ്ക്ക് കൊടുത്തുകൂടാ? അല്ലെങ്കിൽ നിൻ്റെ സ്റ്റോറിയിൽ നീ ഇട്ടോ, മീഡിയയ്ക്ക് കൊടുക്കുക. ഇപ്പോൾ സ്റ്റോറിയിലുണ്ടല്ലോ, അനക്കൊരു വീഡിയോ ചെയ്യാണ്ട് പ്ലാൻ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ അതിനകത്ത് വെക്കി. അല്ലാതെ അതിൻ്റെ തെളിവ് ഇപ്പോൾ ഞാൻ ഈ 1 ടൈം അയച്ചത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എടുത്ത് റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെച്ചിട്ടില്ല. ഞാനും സംസാരിച്ചത് ഞാൻ എടുത്തു വെച്ചു. കാരണം അത് ആവശ്യം വരും എന്ന് എനിക്കറിയായിരുന്നു. അതിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നതൊക്കെ തമ്മിൽ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടവർക്ക് അറിയാം. പക്ഷേ തൊപ്പിയുടെ കേസ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പറഞ്ഞപ്പോഴും ആൾക്ക് ആ ക്ലിപ്പ് കാണിക്കാൻ പറ്റിയിട്ടില്ല. പറയുന്നപ്പോൾ 2 ക്ലിപ്പ് ഉണ്ട്, എനിക്ക് 1 അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇനി ഓർത്ത് വെച്ച് 2 എന്ത് ചെയ്യേണ്ടി വരും, അതിനൊരു ക്ലാരിറ്റി തരാൻ വിടേണ്ടി വരും. ഈ ജിമ്മിലുള്ള ആളായിട്ടുള്ള എത്ര നാളത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കും താങ്കളുടെ ഒരു കണക്കൂട്ടൽ? ജിമ്മിലുള്ള ആളായിട്ട് ഒരു 5-6 മാസം. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, കറക്റ്റ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന ടൈമിലാണ് ഇവൻ്റെ ഇത് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആവണേ. അപ്പോൾ എനിക്ക് എത്ര നാളത്താണ് എത്ര ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വ്യക്തമായിട്ട് അവൾ സെക്ഷലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേമാതിരി അവൾ ജോയിൻ്റ് അടിച്ചതും കല്ലൊടിച്ചതും അവൾ മില്ലേൺസ് പബ്ബൊക്കെ ഇടുന്നിട്ട് ഡാൻസ് കളിച്ച് കല്ലൊടിക്കണതിൻ്റെ ഷോട്ട് അടിക്കണതിൻ്റെ വീഡിയോ സഹിതം മില്ലേൺസ് പബ്ബിൽ പോയ ഒരു പെൺകുട്ടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഈ റമദാൻ ടൈമിൽ ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. അവളിത് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇനി എൻ്റെ പേജിലൂടെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തെളിവുകൾ എല്ലാവർക്കും വേണ്ട. അപ്പോൾ തെളിവൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച് നിൽക്കുകയാണ്. പാട്ടച്ചോനല്ല ഈ ചെങ്ങായിമാരൊക്കെ റമദാൻ എന്ന് പറഞ്ഞിട്ട് ഇതിക്ക് മതം കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത്. പേഴ്സണൽ ലൈഫിൽ ഈറ്റങ്ങളൊക്കെ ജീവിതവും മതവും തമ്മിൽ ഒരു ബന്ധമില്ല. ചോദിച്ചാൽ പിന്നെ പുണ്യമാസം റമദാനും പടച്ചോനും ഷാളിടലും പടച്ചോനും വിളി അതുകൊണ്ട് കേൾക്കുമ്പോൾ കലി വരും. ഓക്കെ, അതാണ് നിൽക്കട്ടെ. ഇപ്പോൾ ഇവൻ പറഞ്ഞ കുറേ സാധനങ്ങൾ, അതായത് എഗെയിൻ ഗോയിങ് ബാക്ക് ടു ദിസ് ലഹരി കാര്യങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഇങ്ങനത്തെ പരിപാടികൾ. ഇതാ ഞാൻ പറയും, ഇവിടെയാണ് ഫസ്മിന ക്ലാരിറ്റി തരേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇവിടെയാണ് കമൻറ്റ് ബോക്സ് ലല്ലുവിന് കൈയടിക്കുന്നത് ഇപ്പോൾ. മനസ്സിലായോ? കാരണം ലല്ലൂബി ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് ഫസ്മിനയോട് ടാറ്റ പറഞ്ഞിട്ട് പോയിട്ടും പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുന്നു. ഈവൻ സഫയെ അടക്കം ഒപ്പമാണെന്ന് പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് വരുന്നു. അതേ സ്ഥലത്ത് ലല്ലൂബി ആ ടേബിൾ നേരെ തിരിച്ചപ്പോൾ ഫസ്മിനയുടെ നേരെ വെച്ചിരിക്കുകയാണ്, ഒരു ജിം ട്രെയിനറുടെ കാര്യവും പറഞ്ഞിട്ട്. അപ്പോൾ ലല്ലുവിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന ഫസ്മിനയോട് ലല്ലു തിരിച്ച് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. അന്ന് ഫസ്മിന കുറേ കാര്യങ്ങൾ ലല്ലുവിനെതിരെ പറഞ്ഞപ്പോൾ ലല്ലു തിരിച്ചുത്തരം പറയാത്തൊരു സിറ്റുവേഷനിൽ ലല്ലു എന്തൊക്കെ ഫേസ് ചെയ്തോ അതുപോലൊരു ഉത്തരം തരാത്ത സിറ്റുവേഷൻ വന്നാൽ ഫസ്മിനെയും ഫേസ് ചെയ്യേണ്ടി വരും. ഉത്തരം തരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. സഫെ മൈനാസും വരുന്നത് സഫനെ കൊണ്ട് ഇവളെനിക്ക് പണ്ട് മോശപ്പെട്ട രൂപത്തിൽ മെസ്സേജ് അയപ്പിച്ചിരുന്നു. പക്ഷെ ഞാൻ ആ റിക്വസ്റ്റിൽ എൻ്റെ എടുക്കണം, ഞാനിതൊരു അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ മോശപ്പെട്ട രൂപത്തിൽ എനിക്ക് എൻ്റെ പോസ്റ്റിൽ നിന്ന് കമൻറ്റ് ഇടാൻ ഇവൾ പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്ത്? അതായത് ഞാൻ ബ്രേക്കപ്പായി പോകുന്നതിൻ്റെ ശേഷം പിന്നെ അതേമാതിരി റിലേഷനിൽ ഇരിക്കുന്ന ടൈമിൽ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ തമ്മിൽ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൾ ഓരോരുത്തരെ കൊണ്ട് ഫ്ലാറ്റ് ടൈപ്പിക്കുന്ന രൂപത്തിൽ മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. അത് സഫ എന്നോട് എൻ്റെ ഫ്രണ്ട് മുഖാന്തരം എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് സഫിനെ എൻ്റെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സഫേനെയും ഫാസ്മിനെയും സുഹൃത്തുക്കളാണ്, ഒരുപാട് കാലത്തായിട്ട് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതല്ല, അപ്പോൾ എൻ്റെ ഭാഗമുള്ള കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട് അവളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് എൻ്റെ ഫ്രണ്ടാണല്ലോ അവൾ വണ്ടി ഓടിക്കണേ. അപ്പോൾ ഫസ്മിനെ ഞാൻ അങ്ങനത്തെ ആളാണെന്നാണ് ഇവിടെ മുൻപിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, ഇതാണ് സത്യാവസ്ഥ എന്നൊക്കെ ഇവൻ എൻ്റെ ഫ്രണ്ട് ഓരോന്ന് കാര്യങ്ങൾ പ്രൂഫ് സഹിതം കാണിച്ചു കൊടുത്ത് ഇവൾ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടും തൊടുപുഴ താമസിക്കുന്ന തൊടുപുഴയിലോട്ട് ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് നടക്കുന്ന കാര്യമാണ് ഈ ജനുവരി 1 ആ ടൈമിൽ ഞങ്ങൾ ടീ കുടിക്കാൻ പോണതും ഞങ്ങൾ പുറത്ത് സംസാരിച്ചിരിക്കുന്നതും അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നിട്ട് നമുക്ക് തന്നെ അയച്ചിരുന്നു നിങ്ങൾ തമ്മിൽ എന്താണ്. പിന്നെ വേറൊരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നമ്മൾ നിന്നെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ട്, നിനക്ക് തീരെ ഉളുപ്പില്ല ഓളെ കൂടെ പുറത്തോട്ട് കറങ്ങാനെന്തിനാ. അവൻ എന്ത് ചെയ്യുക, കേസ് കൊടുക്കും, കേസ് ഇതാക്കുന്നുണ്ട്, നടക്കണേ, ഇവർ എന്ത് ചെയ്യുക. ഇതിൽ ഈ സഫയുടെ കാര്യം ഇവൻ പറയുന്നില്ലേ, ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു ഫസ്മിനയും സഫയും. സഫേനെ കൊണ്ട് ഹണി ട്രാപ്പിന് വേണ്ടിയിട്ട് ഫസ്മിന
ഇവന് മെസ്സേജ് അയപ്പിച്ചു. ഈ ഹണി ട്രാപ്പിനൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ കുൽസിതത്തിന് വേണ്ടിയിട്ട് ഇവനെ ടെസ്റ്റ് ചെയ്യാൻ മെസ്സേജ് അയക്കുമ്പോൾ ഹായ് ഹലോ ഹവറി ചോറുണ്ടോ അതൊന്നും ചോദിക്കില്ലല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടാവും. അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരാളെ നമ്മൾ മറക്കാൻ പോകുന്നില്ല ലൈഫിൽ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇവൻ ഈ ക്യാബ് ഡ്രൈവർ നാജിയോ എന്താ അവൻ്റെ ഒരു അനാജി ക്യാബ് ഡ്രൈവർ അവൻ്റെ ഫ്രണ്ടായിട്ട് സഫയുടെ അടുത്ത് പോയി കൂടിയിരുന്നു. സഫ ഇവനെ പരിചയപ്പെടുന്നതോ അല്ലെങ്കിൽ സഫ കൂടുതലായിട്ട് ഇവനോട് ഈ ഫസ്മിനേനെ കേസ് കൊടുത്ത ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരുത്തെന്നുള്ള നിലയ്ക്കുള്ള വർത്തമാനമായിരുന്നു എന്നൊക്കെയാണ് ഇവർ ഇൻ്റർവ്യൂസിലൊക്കെ ഇവരൊക്കെ തമ്മിൽ ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്നത്. ഇപ്പം ആ കഥയൊക്കെ മാറിയിട്ട് ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട്, കുൽസിത മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഫസ്മിന പറയുന്നു സഫ ഇവന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലീവ്ലെസ് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സഫ പറയുന്നു ഞാൻ വീട്ടിലിരുന്നിട്ട് സ്നാപ്പിൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്, അത് മെഹനാസിൻ്റെ ഫോൺ അടിച്ചുകൊണ്ട് പോയപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഫസ്മിനയ്ക്ക് കൊടുത്തതാണ്, അല്ലാതെ ഞാൻ ലല്ലൂന് അയച്ചതല്ല. മോനെ അതൊരു വേറെ ടൈം ലൈനായിട്ട് ഇവന്മാരൊക്കെ ഒരു പുതിയ വേരിയൻ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കുക, പിന്നെ കൺഫ്യൂഷൻ ആവും. ഇന്ന് അവൾക്ക് ഇന്നെ കുറിച്ച് എക്സ്പോസ് ഞാൻ ഒറ്റ കാര്യം എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളി. അവൾ ഇന്നെ കുറിച്ച് വീഡിയോ ചെയ്തോട്ടെ. അവൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ മോൺസ്ട്രേഷൻ അങ്ങനത്തെ ഒരു സംഭവമല്ലേ എന്താ അത് ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ അവൾ തയ്യാറാണോ? അവൾ ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യട്ടെ. അവൾ ഇന്നെ കുറിച്ച് വീഡിയോ ഇട്ടാണ്ട് പോട്ടെ. അത് ഓഫാക്കിയിട്ട് ഇന്നെ കുറിച്ച് വീഡിയോ ഇട്ടാണ്ട് പോട്ടെ. എന്തുകൊണ്ട് തയ്യാറാവണില്ല? എന്നെ എക്സ്പോസ് ചെയ്യാനുള്ള ഉദ്ദേശം വെച്ച് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ കാരണത്താലാണ് അവളുടെ ലൈഫ് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനം ഓഫാക്കിയിട്ട് അവൾ വീഡിയോ ചെയ്യണില്ല? അവൾക്ക് ക്യാഷ് അല്ല ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അവൾ ഇത് ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്യാഷ് ആണ് വിഷയമെന്നും പൈസ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഫസ്മിനെ പല സ്ഥലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ എഴുതി വെച്ചതിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അപ്പോൾ പൈസ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ആയിരിക്കും മോണിറ്റൈസേഷൻ ഓണാക്കിയത്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടി ഫസ്മിന കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇവൻ എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് സാധനങ്ങൾ നടത്തിയിട്ട് അത് ഇവൻ്റെ പേരിൽ ഇങ്ങനെയെങ്കിലും മുതലാക്കട്ടെ എന്നുള്ളത് കൊണ്ടാണോ മോണിറ്റൈസേഷൻ ഓണാക്കിയത്? കാരണം ഒരു രീതിയിൽ ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നമ്മളത്രയും ട്രോമ തന്നുപോയ ഒരുത്തൻ്റെ പേരിലുള്ള ഒരു 5 പൈസയും കൂടി നമുക്ക് വേണ്ടാന്ന് ചിലർ ചിന്തിക്കും. പക്ഷേ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചത് എന്തിന് എന്നുള്ള ഇവൻ്റെ ഈ ചോദ്യം, അല്ലെങ്കിൽ അത് ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നുള്ളൊരു സംഗതി, അതൊരു വെല്ലുവിളി കൂടിയാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടി ഫസ്മിനെ കൊടുക്കണം. സീക്രട്ട് ഏജന്റ് താങ്കളുടെ ബന്ധു എന്നുള്ള പേരിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു വോയിസ് പുറത്തുവിട്ടുണ്ട്. എൻ്റെ ബന്ധു? താങ്കളുടെ ബന്ധു ആണെന്നാണ് പറയുന്നത്. എൻ്റെ എളാപ്പ് എനിക്ക് മെസ്സേജ് അയച്ചാണിത്, ഇന്നലെ മെസ്സേജ് അയച്ചാണ്. ഈ വീഡിയോക്ക് വേണ്ടി ചിത്രീകരിച്ച് കഴിഞ്ഞ് വരല്ലോ. നിങ്ങളിപ്പോൾ രാവിലെ വന്നിട്ടില്ലേ? നോക്കട്ടെ ചാറ്റ്. ഇതാ എൻ്റെ എളാപ്പയാണിത്. എൻ്റെ എളാപ്പ് മെസ്സേജ് അയച്ചാണ്. ഇതിൽ പറയുന്ന വോയിസ് ആരുടെയാണ്? ഞാൻ പറഞ്ഞ ഏത് വോയിസ്? നിങ്ങളെ വോയിസ് ആണോ ചോദിച്ചു. നോ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അത് വേറെ ആർക്കല്ല, അത് ഓളെന്നെ ആരൊക്കെ കൊണ്ട് വോയിസ് ഇടിപ്പിക്കണം, അല്ലാതെ എന്റെ റിലേറ്റീവിന്റെ വോയിസ് ഒന്നല്ല. ഇത് എൻ്റെ എളാപ്പയാണ്, എൻ്റെ സ്വന്തം എളാപ്പയാണ്. എൻ്റെ എളാപ്പയാണ് ഇപ്പോ എനിക്ക് ഇത് വിട്ടുന്നിട്ടുള്ളത്. ഇത് ഇന്നലെ രാത്രി ടൈം നോക്കിയാലോ. ആ വോയിസിൽ കേൾക്കുന്ന ആളുടെ ശബ്ദം എളാപ്പയ്ക്ക് അറിയില്ല. എളാപ്പയ്ക്ക് അറിയില്ല. എളാപ്പ എന്ന് പറഞ്ഞിട്ട് അവള് വീഡിയോ ഇടണേ. അങ്ങനെയല്ല, ഞാൻ ഈ വോയിസ് എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് ഒരു വോയിസ് താങ്കളുടെ ബന്ധു, അടുത്ത ബന്ധു എന്ന് പറയുന്ന പേരിൽ ഒരു വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഗൾഫിൽ 5-6 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നും അത് സത്യമല്ല, താങ്കൾ 6 മാസത്തിൻ്റെ അടുത്ത് മാത്രമാണ് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ വീട്ടിൽ താങ്കളെ വലിയ മതിപ്പില്ലാത്ത, താങ്കളുടെ വീട്ടിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ താങ്കൾക്ക് വയനാടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു താത്തയായിട്ടുള്ള അവിഹിത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതുകൂടാതെ താങ്കൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാരണം അവിടെ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു മോശം റിലേഷൻഷിപ്പ് ഉണ്ടായതിൻ്റെ പേരിലാണ് താങ്കൾ തിരിച്ചു വന്നത് എന്നാണ് വോയിസ് ക്ലിപ്പിൽ പല വോയിസിലായിട്ട് പറയുന്നത്. ഞാൻ സീക്രട്ട് ഏജന്റിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ വയനാട്ടിൽ ഏത് താത്തയായിട്ട് റിലേഷനിലൊന്ന് കാണിച്ചു തരണം. ഒന്നാമത്തെ കേസ് ഏത് താത്തയായിട്ടുള്ള റിലേഷൻ ആണെന്നൊന്ന് കാണിച്ചു തരണം. രണ്ടാമത്തെ കേസ് വേറെന്താ പറഞ്ഞേ? താങ്കൾ 6 വർഷം ഞാൻ 2019 ഗൾഫ് പോയിട്ട് 2024 ഗൾഫിൽ നിന്ന് വരുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫ് എൻ്റെ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കമ്പനി സീല്. ജോലി ചെയ്യുമ്പോൾ 2 വർഷം കൂടുമ്പോൾ എംറൈ സൈഡിൽ നമ്മൾ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് വെക്കും. ലൈക്ക് 1 വർഷം കൂടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഞാൻ 3 വർഷം തുടർച്ചയായിട്ട് അവിടെ നിന്ന ആളാണ്. എൻ്റെ നാട്ടുകാർക്ക് പറയാം, എൻ്റെ നാട്ടിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ആരെങ്കിലും സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുപോയോ ഞാൻ നാട്ടിൽ ആരെയിട്ടെങ്കിലും, നാട്ടിൽ ആർക്കെങ്കിലും ഒരു ഉപദ്രവം, നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപദ്രവമോ എന്തെങ്കിലും
എന്തെങ്കിലും മോഷണോ നാട്ടിൽ എന്തെങ്കിലും മോഷണോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ഒരാളെ ഇട്ട് സീക്രട്ട് ഏജൻറ്റ് ഒന്ന് വീഡിയോ ആയിട്ട് വരണം. ഒരു ചെയർ ഇട്ടിട്ട് അവനെ എടുത്തിട്ട് ഒന്ന് പറയിപ്പിക്കണം. ഞാൻ ഇതുവരെ എൻ്റെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ 18-ാം വയസ്സിലും ഗൾഫ് കയറിയ ആളാണ് ഞാൻ. പിന്നെ വരുന്ന 23-ാം വയസ്സിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറിയിട്ട് പിന്നെ 24-ാം വയസ്സിൽ വന്നിട്ട് ഫസ്മിനെ കല്യാണം കഴിച്ച്. പിന്നെ എൻ്റെ നാട്ടുകാർക്ക് എന്ത് ബുദ്ധിമുട്ട് ഞാൻ കാരണത്തിൽ ഉണ്ടാക്കിയാണ്. എടാ മോനെ, എൻ്റെ നാട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ എൻ്റെ ഈ അവിഹിത അപരാധ കുൽസിത ലഹരി ഈ കഥയിലേക്ക് ഞാൻ ഇനി നാട്ടുകാരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറയിപ്പിക്കാം. വരും നാട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനകത്തും തന്നെയാണ്. മനസ്സിലായോ? അതിന് ഇനിയിപ്പോൾ അണക്കോ എൻ്റെ കുടുംബക്കാർക്കോ ഞാൻ ഈ വീഡിയോ ഇട്ടതിൽ അതങ്ങനെയല്ല, ഞങ്ങൾ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കേസോ കൂട്ടോ കാര്യം എൻ്റെ പേരിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ആരാണ് ആ വ്യക്തിയെന്നും ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ ഞാൻ കൊടുത്തോണ്ട്. മനസ്സിലായോ? ആൻഡ് ഞാനൊരു സാധനം ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് പേര് പറഞ്ഞിടുന്ന സാധനമാണ് പേര് പറഞ്ഞിടാറുണ്ട്. മനസ്സിലായില്ലേ? ശബ്ദം മാറ്റേണ്ട സമയത്ത് ശബ്ദം മാറ്റിയിടാറുണ്ട്. ഇത് ഫസ്മിനെ കൊണ്ടുവന്ന ഫസ്മിനയുടെ പ്രോക്സി ഡമ്മിയൊന്നും അല്ല. ഇത് നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ സംസാരിച്ച ഒരു വ്യക്തി. ഓക്കെ, നിന്നെ നന്നായി അറിയുന്ന നിൻ്റെ കുടുംബത്തിലുള്ള അങ്ങനത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യക്തി. ഇനി അതിൻ്റെ വാലിൽ പിടിച്ച് നിനക്ക് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നീ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? ഒരുപാട് നീ എക്സ്പോസ് ചെയ്യപ്പെടും. അത് വേണോ വേണ്ടെന്നുള്ളത് നീ ആലോചിക്കും. അതിനുശേഷം നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഐ ഹാവ് ഗിവൺ ഓൾ ഞാൻ ആരാ പിന്നെ ഫ്രീഡം തരാം? നീ എൻ്റെ ഇഷ്ടത്തിന് ഞാനിട്ട വീഡിയോ അല്ലേ? എനിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നീ ചെല്ല്. ഐ ഡോണ്ട് കെയർ. ഒരു വിഷയമില്ല. അതിൻ്റെ മുകളിൽ ക്ലിയർ കട്ട് ക്ലാരിറ്റിയിലുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഫൈൻ. ഇനി എമിറേറ്റ്സ് സൈഡിൽ ആരുടെ സ്റ്റാമ്പ് ചെയ്യുക? എനിക്കറിയാൻ പാടില്ല. ഇവൻ എനിക്കറിയാൻ പാടില്ല എന്ത് പൊട്ടനാന്നുള്ളത്. ഞാൻ അതാ പറയും, ഇവന് പൊട്ടനാണ്, വിദ്യാഭ്യാസമുള്ളൊരു സാധനമില്ല എന്നുള്ളത്. എന്നാലും അബുദാബിയിൽ മീന മാർക്കറ്റ് റോഡ് പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഏത് കമ്പനിയാണ് വിസ അടിച്ചത്? ആ കമ്പനീൻ്റെ പേര് അറ്റ്ലീസ്റ്റ് പറഞ്ഞൂടെ? ഉപ്പാൻ്റെ പച്ചക്കറി കട എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഏതാ കമ്പനി എന്ന് പറയാം? ഉപ്പാൻ്റെ പച്ചക്കറി കടയ്ക്കുള്ള വിസയാണോ? കമ്പനി വിസയാണോ? എമിറേറ്റ്സ് ഐഡിയിൽ സ്റ്റാമ്പ് ചെയ്ത് അങ്ങനെ സാധനമുണ്ട്. എമിറേറ്റ്സ് ഐഡിയിൽ സ്റ്റാമ്പ് ചെയ്യും ഓരോ കൊല്ലം. എനിക്കൊന്നും അറിയാൻ പാടില്ല എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐഡി ഒന്ന് കാണിക്കും, അതിനകത്തൊക്കെ കാണുമല്ലോ. എന്തായാലും അങ്ങനെ കുറേ സാധനങ്ങൾ ഇവൻ്റെ കയ്യിൽ നിന്ന് പോണ ഐറ്റങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയണ്ട. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ വിവരമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ മാറ്റി വയ്ക്കാം. അല്ലാതെ ഇവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഫസ്മിനയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. മനസ്സിലായോ? പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ഫസ്മിനയുടെ ക്ലാരിറ്റി വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഡയറി, ഈ 2 കേസും നിർബന്ധമായിട്ടും ഫസ്മിന ഒരു എക്സ്പ്ലനേഷൻ ഫസ്മിനയുടെ ഓഡിയൻസിന് കൊടുത്തേ പറ്റൂ. അതുപോലെ ഫസ്മിനയുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഫസ്മിന ഡെലിവർ ചെയ്യുന്ന കണ്ടൻറ്റിനകത്തുള്ള, ഞാൻ പറഞ്ഞു ഇവനെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെയോ അല്ല, കുറച്ചും കൂടി കൂട്ടത്തിൽ ക്ലാരിറ്റി ഉള്ളത് ഫസ്മിനയ്ക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ കാണുമ്പോൾ ശരിയാണ്. കാരണം എവിഡൻസ് ഉണ്ട്. ഇല്ലാതെ എല്ലാം സംസാരിക്കുന്നതുള്ളതുകൊണ്ടാണ് പലപ്പോഴായിട്ട് ഫസ്മിന പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എൻടോസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സംഗതി നേരെ തിരിഞ്ഞായിരിക്കുന്നത്. തിരിഞ്ഞ് ഇൻ ദ സെൻസ് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ടുണ്ട്. അപ്പോൾ അതൊന്നും സ്കിപ്പാവാതെ അവിടെ ഇമോഷണൽ ആവാതെ അധികം സമയമെടുക്കാതെ കാര്യങ്ങൾക്കൊരു ക്ലിയർ കട്ട് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഒന്നുമില്ല, ഈ യൂണിവേഴ്സ് ഇവിടെ നിർത്തും, അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ അത് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു താല്പര്യമില്ല. കാരണം ഇതിനെ എത്ര ഡീപ്പായിട്ട് പോകുന്നു അത്രത്തോളം ഇതിനകത്ത് ഈ പറഞ്ഞ അപരാധവും കുൽസിതവും ആരോപണവും ലഹരി അങ്ങനത്തെ ഒരു തരം തൊട്ടാനാർന്ന സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? പിന്നെ അരി മേടിക്കാനുള്ളൊരു വകുപ്പ് എന്നുള്ളതുകൊണ്ട് ചെയ്തിട്ട് പോകണം. അല്ലാതെ ഇതിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല അതിനകത്തൊന്നും. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞു നിർത്തു. ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ വരട്ടെ, അപ്പോൾ സംസാരിക്കാം.